إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന മാനവ സമൂഹത്തെ പിശാചിൻ്റെയും തോന്നിവാസങ്ങളുടെയും ദേഹേച്ഛകളുടെയും ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവിലേക്ക്, അവൻ്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കാൻ കാലഘട്ടങ്ങളിലൂടെ, ജനപദങ്ങളിലൂടെ അവൻ്റെ മുർസലീങ്ങളെ, അമ്പിയാക്കളെ നിയോഗിച്ചു. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് താക്കീത് നൽകുകയും അവൻ്റെ രക്ഷയും പ്രതിഫലവും അവർക്ക് സന്തോഷവാർത്തയായി അറിയിക്കുകയും ചെയ്തു. അതായിരുന്നു മുർസലീങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം. അവർ താക്കീതുകാരായിരുന്നു, അവർ സന്തോഷവാർത്ത അറിയിക്കുന്നവരായിരുന്നു, അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരായിരുന്നു, തിന്മയിൽ നിന്ന് സമൂഹത്തെ വിലക്കുന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ദുനിയാവിൽ നിശ്ചയിച്ച ഒരു പ്രാപഞ്ചികമായ നടപടിക്രമമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട മുർസലീങ്ങളിൽ ഒന്നാമനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ നിയോഗിച്ചതിനെ പറ്റി പറഞ്ഞു, ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹിനെ നാം തൻ്റെ സമൂഹത്തിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അൻ അൻദിർ ഖൗമക്, തൻ്റെ സമൂഹത്തിന് താക്കീത് നൽകാൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിലക്കാനാണ് അദ്ദേഹത്തോട് നാം കൽപ്പിച്ചത്. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധനത്തെപ്പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തി സൂറത്ത് ഹൂദിൽ, വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, എൻ്റെ സമൂഹമേ, ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കരുത്. നിങ്ങൾ നീതിയോടെ അളന്നും തൂക്കിയും നൽകണം, വാങ്ങണം. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ റസൂൽ, അവസാനത്തെ നബിയും റസൂലുമായ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, ഓ പുതച്ചു മൂടിയവനെ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ കിടക്കേണ്ടവനല്ല, താങ്കൾ വിശ്രമിക്കേണ്ടവനല്ല, താങ്കൾ അന്തർമുഖനാകേണ്ടവനല്ല. ഖും ഫഅൻദിർ,
എഴുന്നേൽക്കുക, താങ്കൾ ജനങ്ങളെ താക്കീത് ചെയ്യുക, തിന്മ വിലക്കുക, നന്മ കൽപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശേഷണങ്ങളിൽപ്പെട്ട വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ കേൾപ്പിച്ചു, യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. അവിടുന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവനായിരുന്നു. സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് നിർമ്മിക്കപ്പെടുന്ന ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട തൂണുകളിലൊന്നാണ്. മഹാന്മാരായ അമ്പിയാക്കളുടെ ദൗത്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള ഈമാനിനേക്കാൾ വിജയിച്ച ശ്രേഷ്ഠരായ ഈ സമൂഹത്തിന്റെ പ്രത്യേകതയായി അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിലക്കുന്നവരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചതാണ്. അല്ലാഹു പറഞ്ഞു സൂറത്തു ആല ഇംറാനിൽ 110-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാം, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ലോക സമൂഹത്തിനു വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട, ഉദ്ധാരണം ചെയ്യപ്പെട്ട സഹാബത്താണ് ഇതിലാദ്യ അഭിസംബോധിതർ. ആ സ്വഹാബത്തിന്റെ മാർഗത്തിൽ അണിനിരക്കുന്ന സർവ്വ മനുഷ്യരും, ഖിയാമത്ത് നാൾ വരെയുള്ള സകലരും, അവരുടെ പ്രത്യേകത അവർ ലോക സമൂഹത്തിന് മാതൃകയാണ്, ഉത്ഭുതരാണവർ, ഉത്തമരാണവർ. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹു ഒന്നാമതായി പറഞ്ഞു, തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, വതുഅ്മിനൂന ബില്ലാഹ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിലക്കുന്നവരാണ്, വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ഈമാൻ കൈക്കൊണ്ടവരാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിലുള്ള ഈമാനിനേക്കാൾ മുൻപിലായി അല്ലാഹു ഈ ആയത്തിൽ ശ്രേഷ്ഠരായ സമൂഹത്തിന്റെ പ്രത്യേകതയായി പഠിപ്പിച്ചു, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണവർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള ഈമാൻ ഒരു സമൂഹത്തിൽ അത് ബലിഷ്ഠമായി, അവരുടെ വിശ്വാസ അടിത്തറയായി, ആദർശമായി നിലനിൽക്കുക എപ്പോഴാണ്? അവിടെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഈമാൻ, എന്താണ് വിശ്വാസം, എന്താണ് അവിശ്വാസം എന്നാളുകൾ പഠിപ്പിക്കപ്പെടുന്നത് പോലും നന്മ കൽപ്പിക്കപ്പെടുകയും തിന്മ വിലക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് അല്ലാഹുൽ ഈമാനുള്ള ഒരു സമൂഹത്തിന് ഭാവി, അവരുടെ നിലനിൽപ്പും അവരുടെ ഭാവിയും അവിടെയാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നന്മ കൽപ്പിക്കുന്നവർ തിന്മ വിലക്കുന്നവരെന്ന് ശ്രേഷ്ഠ സമൂഹത്തിന്റെ വിശേഷണമായി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. മറ്റൊരായത്തിൽ കാണാം, മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅദ്. ഈമാനുള്ളവർ, സ്ത്രീകൾ, പുരുഷന്മാർ, അവർ പരസ്പരം സ്നേഹം, അതുപോലെ തന്നെ മൈത്രി, അതുപോലെ തന്നെ ആത്മബന്ധം, ഇത് കാത്തു സൂക്ഷിക്കുന്ന, പരസ്പരം മൈത്രീബന്ധവും ആത്മബന്ധവും അതുപോലെ തന്നെ സ്നേഹബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഉറ്റമിത്രങ്ങളായിരിക്കും അവർ. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരായിരിക്കും. മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ വിശേഷണമായി അല്ലാഹു സൂറത്തു തൗബയിലെ 71-ാമത്തെ ഈ ആയത്തിൽ പറഞ്ഞു, അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കും, തിന്മ വിലക്കുന്നവരായിരിക്കും. അതിനുശേഷമാണ് വയുഖീമൂന സ്വലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കും, വയുതൂന സക്കാ, അവർ നിർബന്ധമായ സാമ്പത്തിക ദാനം സക്കാത്ത് നിർവഹിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു ഓർമ്മിപ്പിച്ചത്. നന്മ കൽപ്പിക്കുന്നതിലൂടെയേ തിന്മ വിലക്കുന്നതിലൂടെയേ നിസ്കാരവും സക്കാത്തും പോലും നിലനിൽക്കുകയുള്ളൂ. അല്ലാഹുള്ള ഈമാൻ, അതിൽ അടിയുറച്ചൊരു സമൂഹം, അതിന് പിറവി ഉണ്ടാകുകയുള്ളൂ എന്ന അടിത്തറയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നത് ഈമാനിന്റെ, ഇസ്ലാമിന്റെ നെടും തൂണുകളിൽപ്പെട്ടതാണ്. മഹാനായ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ അസ്ലുൻ ഫിദ്ദീൻ വഉംദത്തുൻ മിൻ ഉമദിൽ മുസ്ലിമീൻ വഹുവ ഫർദുൻ അലാ ജമീഇൻ നാസി മസ്നാ വഫുറാദ. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന്റെ നെടുന്തൂണാണ്. മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിലനിൽക്കുന്നതിന്റെ, അവരെ ഇസ്ലാമിൽ നിലനിർത്തുന്നതിന്റെ നെടും തൂണാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക. അത് സർവ്വ മനുഷ്യർക്കും അവന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ഒറ്റക്കാകട്ടെ കൂട്ടമാകട്ടെ, സർവർക്കുമേൽ അല്ലാഹു നിർബന്ധമാക്കിയ ദീനിന്റെ മഹിതമായ അടിത്തറയാണ് എന്ന് ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്താലല്ലാതെ ഒരു സമൂഹം വിജയിക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന് നിദാനമാണത്. അല്ലാഹു പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ, ഒരു കൂട്ടർ ഉണ്ടാകട്ടെ.
വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ. യഥാർത്ഥ വിജയികളുടെ വിശേഷണമാണ് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, സർവ്വ മനുഷ്യരും മാനവരാശി ഒന്നടങ്കം തീരാ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. എന്നാൽ 4 വിശേഷണങ്ങളുള്ളവർ അതിൽ നിന്ന് ഒഴിവാണ്. അവരൊന്നാമത്തെ വിശേഷണം ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവരായിരിക്കും അവർ. രണ്ടാമത്തെ വിശേഷണം വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും അവർ. മൂന്നാമതായി അല്ലാഹു പറഞ്ഞു, എന്റെ ഈമാനും എന്റെ പ്രവർത്തനവും കൊണ്ട് ഞാൻ ഒതുങ്ങിക്കൂടലല്ല, അതെന്റെ സ്വകാര്യ സ്വത്തല്ല, മറിച്ച് ഞാൻ ഈമാനാക്കി സംഭരിച്ച പ്രവർത്തനമായി പരിവർത്തിപ്പിച്ച ആ നന്മ, ആ സത്യം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാകണം. വതവാസൗ ബിൽ ഹഖ്, അങ്ങനെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ. അവരുടെ മൂന്നാമത്തെ വിശേഷണമാണത്. പരാജയത്തിൽ നിന്ന്, നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിജയിക്കുന്നവരുടെ മൂന്നാമത്തെ വിശേഷം പരസ്പരം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത്. വതവാസൗ ബിസ്സബ്ർ, ആ മാർഗത്തിലുടനീളം ക്ഷമ അവലംബിക്കുന്നവരുമായിരിക്കും അവർ. അല്ലാഹു സൂറത്തുൽ അസ്റിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിത്തറയാണ്. ബിദ്അത്തിന്റെയും തോന്നിവാസങ്ങളുടെയും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികളുടെയും വിശേഷണമല്ലാതെ ആരത് നിർവഹിക്കുന്നില്ലയോ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും അത് നടപ്പിലാക്കാത്ത ഏതൊരു സമൂഹത്തിലേക്കും നിങ്ങൾ വിരൽ ചൂണ്ടി നോക്കൂ, നിങ്ങളെ പോലെ പരിശോധിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ അടിത്തറകളിൽ അവർക്ക് പരാജയമുണ്ടായിട്ടുണ്ടാകും, അവർ വ്യതിചലിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ വിശേഷിപ്പിക്കപ്പെട്ട ഫിർഖത്തുൻ നാജിയ, വിജയിക്കുന്ന കക്ഷികളുടെ അടയാളമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശേഷണങ്ങൾ എണ്ണി പറയുക. അദ്ദേഹം പറഞ്ഞു, അവരുടെ പ്രത്യേകതയാണ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവരാണ്. വയദീനൂന ബിന്നസീഹതി ലിൽ ഉമ്മ, അത് ദീനായി, അവരാദർശമായി, ഉമ്മത്തിനുള്ള ഗുണകാംക്ഷയായി ആചരിക്കുന്നവരും നടപ്പിലാക്കുന്നവരുമാണ് അവർ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശേഷണമാണത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നുള്ളത്. മഹാനായ മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. എന്ത്? ഓരോരുത്തരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അവർ വിശ്വാസമായി, ആദർശമായി, പ്രവർത്തനമായി, സൽക്കർമ്മമായി അനുഷ്ഠിക്കുന്നവരുടെ ദീൻ, അതിലെ നന്മകൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും അവന്റെ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്റെ കുടുംബത്തിൽ, തന്റെ മാതാപിതാക്കൾ, തന്റെ കുടുംബക്കാർ, തന്റെ വേണ്ടപ്പെട്ടവർ, തന്റെ ഭാര്യ, തന്റെ മക്കൾ, താൻ ചെലവിന് കൊടുക്കുന്നവർ, തന്റെ അയൽവാസികൾ, താൻ ജീവിക്കുന്ന സമൂഹം, തന്റെ നാട്, ഇങ്ങനെ തനിക്ക് സാധിക്കുന്നവരുടെക്കെല്ലാം തന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിൽപ്പെട്ടതാണ്. അഹ്ലുസുന്നയുടെ ആദർശ അടിത്തറകൾപ്പെട്ടതാണ്. ഈ അടിത്തറ വിശ്വാസമായി സ്വരുക്കൂട്ടിയവൻ അവനത് പ്രവർത്തിക്കൽ നിർബന്ധമാണ്. ആരാണോ ഈ വിശ്വാസ അടിത്തറയിൽ നിന്ന് പിന്മാറുന്നത്, അവൻ അഹ്ലുസുന്നയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരാണോ ഈ വിഷയത്തിൽ വീഴ്ച കാണിച്ചത്, ദൗർബല്യം കാണിച്ചത്, അവൻ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസത്തിൽ ദൗർബല്യമുണ്ടായിരിക്കുന്നു, വീഴ്ചയുണ്ടായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, അവർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകിയ, അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റുപറഞ്ഞ അവരുടെ പ്രതിജ്ഞാവാചകങ്ങളിൽ അവർ പ്രതിജ്ഞാബദ്ധരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിനെ സാക്ഷിയാക്കി ഉറപ്പ് നൽകിയ വാചകങ്ങളിൽ നമുക്കിത് കാണാം. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് വായിക്കാവുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ കാണാം, ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമത്തി സ്വലാ വഇതാഇ സക്കാ, അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ ബൈഅത്ത് നൽകിയിരിക്കുന്നു, നിസ്കാരം കൃത്യമായി നിലനിർത്തുമെന്ന്, വഇതാഇ സക്കാ, സകാത്ത് മുറ പോലെ നിർവഹിക്കുമെന്ന്, വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ, സർവ്വ മുസ്ലിമീങ്ങളോടും ഗുണകാംക്ഷയുള്ള, അവരോട് നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുന്നവനാകുമെന്ന് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, സഹാബത്തിന്റെ ബൈഅത്തിലെ വാചകങ്ങളായിരുന്നു ഇത്. നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും, അങ്ങനെ സമൂഹത്തിന് ഗുണം കാക്ഷിക്കുന്നവരാകലുമെന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത്. സൂറത്തുൽ ഹജ്ജിൽ കാണാം, അല്ലാഹു പറഞ്ഞു,
അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയവർ, സമ്പത്ത് നൽകിയവർ, അധികാരം നൽകിയവർ, രാഷ്ട്രീയ സ്വാധീനം നൽകിയവർ, അങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള്, ഭൂമിയിൽ അധികാരവും സ്വാധീനവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൽകപ്പെടുന്നവർ. എന്തായിരിക്കണം അവരുടെ പ്രത്യേകത? അഖാമുസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. വആതൗ സക്കാ, അവർ സക്കാത്ത് മുറ പോലെ നിർവഹിക്കുന്നവരായിരിക്കണം. വഅമറു ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കണം. വനഹൗ അനിൽ മുൻകർ, അവർ തിന്മ വിലക്കുന്നവരായിരിക്കണം. ഭൂമിയിൽ അധികാരം ലഭിക്കുന്ന മുസ്ലിമീങ്ങൾ, രാഷ്ട്രീയ സ്വാധീനമുണ്ടാകുന്ന മുസ്ലിമീങ്ങൾ, ഭൗതികമായ സ്ഥാനമാനങ്ങൾ അള്ളാഹു അനുഗ്രഹമായി നൽകപ്പെടുന്ന മുസ്ലിമീങ്ങൾ, അവരുടെ പ്രത്യേകതയാണ് ദീനിന്റെ അടിത്തറകൾ നിലനിന്നുകൊണ്ട് വ്യക്തിപരമായി അവർ ദീനിൽ നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ദീനിൽ അടിയുറക്കുന്നതോടൊപ്പം സമൂഹത്തിന് അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും മഹനീയമായ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖസൗകര്യങ്ങളിലേക്കുള്ള അവരുടെ വിളിയാളങ്ങളല്ല, മറിച്ച് അവരോട് നന്മ കൽപ്പിക്കണം, അവരിൽ നിന്ന് തിന്മ വിലക്കണം. അതാണ് രാഷ്ട്രീയമായ സ്വാധീനം ലഭിക്കുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭരണീയ സമൂഹത്തോട് ചെയ്യേണ്ടുന്ന രാഷ്ട്രീയമായ പ്രധാനമായ ബാധ്യത. ബാക്കിയുള്ളതെല്ലാം അതിന്റെ പിന്നിൽ അല്ലാഹു അവർക്ക് നൽകുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുസ്ലിമീങ്ങളിൽ നിന്ന് ഭരണം നേടിയവർ, സ്വാധീനമുണ്ടായവർ, അധികാരം ലഭിച്ചവർ ഈ വാക്കുകൾ കാതോർക്കട്ടെ എന്ന് നാം പ്രത്യാശിക്കുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കാണാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ, അതിനുള്ള പ്രായശ്ചിത്തമായി നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നതായി തീരുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ കാണാം, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വവലദിഹി വജാരി. ഒരു മനുഷ്യന് തന്റെ സ്വന്തം ജീവിതത്തിലോ തന്റെ കുടുംബക്കാരുടെ വിഷയത്തിലോ തന്റെ സമ്പത്തിലോ സന്താനങ്ങളിലോ അയൽപക്ക ബന്ധങ്ങളിലോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വൻ പാപങ്ങളെ കുറിച്ചല്ല, ആ രംഗത്ത് സംഭവിച്ചിട്ടുള്ള ചെറിയ തിന്മകൾ, തുകഫിറുഹ സ്വലാ വസ്സൗമു വസ്സദഖ വൽഅംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, ആ രംഗങ്ങളിലെല്ലാം സംഭവിച്ച ചെറിയ തിന്മകൾക്ക് അവന്റെ നിസ്കാരവും നോമ്പും സ്വദഖയും പ്രായശ്ചിത്തമാകുമെന്നതുപോലെ തന്നെ അവൻ കൽപ്പിക്കുന്ന നന്മയും അവൻ വിലക്കുന്ന തിന്മയും അവന്റെ ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, വഅംറും ബിൽ മഅറൂഫി സ്വദഖ വനഹ്യുൻ അനിൽ മുൻകരി സ്വദഖ. സ്വദഖ നൽകാൻ കയ്യിൽ നീക്കിയിരിപ്പില്ലാത്തവരെ നിങ്ങൾ കൽപ്പിക്കുന്ന ഓരോ നന്മയും നിങ്ങൾക്ക് സ്വദഖയായി രേഖപ്പെടുത്തും. നിങ്ങൾ കൽപ്പിക്കുന്ന ഓരോ വിലക്കും, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തിന്മകൾ നിങ്ങൾ വിലക്കിയാൽ അള്ളാഹു നിങ്ങൾക്കത് സ്വദഖയായി രേഖപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും നമുക്ക് സുഹൃതമാണ്, നമുക്ക് പുണ്യകർമ്മമാണ്, നമുക്ക് സ്വദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമര്യാദകൾ, സാമൂഹിക മര്യാദകൾ, വഴിയോര മര്യാദകൾ അവിടുന്ന് പഠിപ്പിക്കവേ പറഞ്ഞു, നിങ്ങളൊരു സദസ്സിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. വഴിയോരങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ അവിടെ ഇരിക്കാൻ നിർബന്ധിതരാകുകയാണെങ്കിൽ വഴിമര്യാദകൾ നിങ്ങൾ പാലിക്കണം, ഹഖ്ഖു ത്വരീഖ് നിങ്ങൾ പാലിക്കണം. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമ ഹഖ്ഖു ത്വരീഖ്, എന്താണ് ഈ വഴിയോരത്തോടുള്ള കടപ്പാടും കടമയും എന്ന് പറഞ്ഞാൽ? വഴിമര്യാദകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ ഗദ്ദുൽ ബസർ, ഒന്നാമതായി നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ഉണ്ടാകും അവിടെ, അന്യ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമുണ്ടാകും അവിടെ, സൗന്ദര്യ പ്രകടനം ഉണ്ടാകും അവിടെ, തോന്നിവാസങ്ങൾ അരങ്ങേറുന്നുണ്ടാകും. ദൃഷ്ടികൾ താഴ്ത്തണം. വകഫുൽ അദ, ഉപദ്രവങ്ങൾ തടയണം. ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ വഴിയോരങ്ങളിൽ വായ നോക്കി നിൽക്കാൻ പാടില്ല, പുകച്ചുവിടാൻ പാടില്ല. ആളുകളുടെ വഴിക്ക് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെ ഒത്തുകൂടാൻ പാടില്ല. ഇങ്ങനെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് യാതൊരുവിധ ഉപദ്രവവും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഉപദ്രവം തടയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദൃഷ്ടികൾ താഴ്ത്തണം, ഉപദ്രവങ്ങൾ തടയണം. വറദ്ദു സലാം, മുസ്ലിമീങ്ങളാണെങ്കിൽ സലാം പറയപ്പെടും. സലാം എന്നത് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു. മുസ്ലിമിന്റെ പ്രത്യക്ഷ ചിഹ്നവും കോലമുള്ളവരോട് വരെ സലാം പറയാൻ ആളുകൾക്ക് എന്തൊരു പിശുക്കാണ്, എന്തൊരു അലർജിയാണ്, എന്തൊരു അവജ്ഞയാണ്.
പറയപ്പെട്ടാൽ മടക്കാൻ എന്തൊരു മടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം പറയപ്പെട്ടാൽ വഴിയോരങ്ങളിലുള്ളവരെ നിങ്ങൾ മടക്കാൻ മടിക്കരുത്, സലാം പറയണം, നിങ്ങളുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വഅംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. പിന്നീട് അവിടുന്ന് പറഞ്ഞു, വഴിയോര മര്യാദകളിൽ വഴിയോടുള്ള ഹക്കുകളിൽപ്പെട്ടതാണ്, സാമൂഹിക നന്മകളിൽപ്പെട്ടതാണ്. നിങ്ങൾ അവിടെ നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. എങ്കിൽ നിങ്ങൾക്ക് വഴിയോരങ്ങളിൽ തടിച്ചുകൂടാം. നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും, ദൃഷ്ടികൾ ഹറാമുകളിൽ നിന്ന് താഴ്ത്താനും, ഉപദ്രവങ്ങൾ തടയാനും, സലാം അടക്കപ്പെടാനും വ്യാപിപ്പിക്കപ്പെടാനും നിങ്ങൾക്ക് വഴിയോരങ്ങളിലിരിക്കാം. അല്ലാത്ത വഴിയോര കാഴ്ചകളും വഴിയോര ഇരുത്തങ്ങളും വഴിയോര സംഘടനകളും ഒന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇന്നിതെല്ലാം കാറ്റിൽ പറത്താനാണ് മുസ്ലിം ഉമ്മത്തിലെ യുവാക്കളും ചെറുപ്പക്കാരും കുട്ടികളും വഴിയോരങ്ങളിൽ തമ്പടിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനപരാധമായി ഒരു കുട്ടി പോലും ഉണ്ടാകുകയില്ല എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ നിങ്ങളൊന്ന് കർശനമായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ മസ്ജിദിലേക്ക് വരുന്ന വഴിയോരങ്ങളിൽ തന്നെ ഇതിനെതിരായ എത്ര കാഴ്ചകളാണ് ജുമഅക്ക് വരുമ്പോൾ പോലും നമ്മൾ കാണുന്നത്. ആളുകൾക്ക് സാമൂഹിക തിന്മകൾ നടപ്പിലാക്കാനും രഹസ്യമായ മണ്ടപറയിൽ നിന്ന് പുകച്ച് ആളുകളുടെ വായുവും അതുപോലെ തന്നെ അവരുടെ സ്വസ്ഥമായ ജീവിതവും മലിനമാക്കുന്ന വൃത്തികേടുകൾ നടപ്പിലാക്കാനും ആളുകൾ വഴിയോരങ്ങളെ തെരഞ്ഞെടുക്കണം. മുസ്ലിം ഉമ്മത്തിലെ കുട്ടികളെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത് പൊതുസമൂഹത്തിലെ വഴിയോര മര്യാദകളിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയെങ്കിൽ അതെത്ര മഹനീയമാണ്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ, തിന്മയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു തിന്മ, ഇസ്ലാമിന്റെ ഖുർആനിന്റെ സുന്നത്തിന്റെ ഭാഷയിൽ തിന്മയാണെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായാൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ അതിനെ തടയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പതിച്ചു നൽകിയതല്ല. മിമ്പറിൽ നിൽക്കുന്ന ഖതീബനോ ഇമാമത്ത് നിർവഹിക്കുന്ന ഇമാമിനോ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനോ മാത്രം പരിമിതമല്ല, മറിച്ച് സർവ്വ മുസ്ലിമീങ്ങളോടുള്ള കൽപ്പനയാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ ഫൽയുഗയ്യിർഹു ബിയദി, നിങ്ങളുടെ കൈ കൊണ്ട് തടയുക. എല്ലാവർക്കും ചിലപ്പോൾ തിന്മകൾ കൈകൊണ്ട് നിഷ്കാസനം ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കൈ കൊണ്ട് തടയാൻ സാധിക്കുന്നവർ, അധികാരമുള്ളവർ, സ്വാധീനമുള്ളവർ, ശക്തിയുള്ളവർ തിന്മകൾ അവരുടെ കൈ കൊണ്ട് തടയട്ടെ. അതിന് സാധിക്കാത്തവർ ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, തന്റെ നാവ് കൊണ്ട് തടയട്ടെ. തന്റെ വീട്ടിൽ താൻ ചെലവിന് കൊടുക്കുന്ന മക്കൾ, തന്റെ ഭാര്യ, തന്റെ പെൺമക്കൾ, തന്റെ വേണ്ടപ്പെട്ടവർ ഇസ്ലാമിനെതിരായ തിന്മകൾ ഹറാമുകൾ പച്ചക്ക് ചെയ്യുമ്പോൾ വാക്കുകൊണ്ടെങ്കിലും അതിനോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ ത്രാണിയില്ലാത്ത നട്ടലില്ലാത്ത ചെലവിന് കൊടുക്കുന്നവരെ, രക്ഷിതാക്കളെ, പുരുഷന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കൂ. കൈ കൊണ്ട് തടയാൻ സാധിച്ചു, നാവ് കൊണ്ടൊരിക്കലെങ്കിലും പാടില്ല ഹറാമാണെന്ന് പറയാൻ. സുബഹിക്ക് മസ്ജിദ് എത്തുമ്പോ കിടന്നിറങ്ങുന്ന പ്രായപൂർത്തിയായ മക്കളെ എണീക്കണം, നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് പോരൂ എന്ന് അവനെ വിളിച്ചൊന്ന് ക്ഷണിക്കാൻ, ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഒന്ന് വെള്ളം കൊണ്ട് എണീപ്പിക്കാൻ മടി കാണിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ വാപ്പമാരുടെ അവസ്ഥ എന്താണ്? കിടന്നുറങ്ങട്ടെ, മഴയല്ലേ, തണുപ്പല്ലേ എന്ന് പറഞ്ഞ് പുതപ്പ് വലിച്ചു മൂടിയിട്ട് കൊടുക്കുന്ന ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? പർദ്ദയിട്ട് ഹിജാബിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന മധ്യവയസ്കയായ ഉമ്മയുടെ കൂടെ പ്രായപൂർത്തിയായ പെൺകുട്ടി ജീൻസും ടീഷർട്ടും ഇട്ട് മുഖത്ത് പുട്ടിയിട്ട് ചുണ്ടു ചുവപ്പിച്ച് അഭിസാരികയെ പോലെ സുഗന്ധം പൂശി അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ കൂട്ടി നടക്കുന്ന പർദ്ദയിട്ട ഉമ്മയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച അഭിശപ്തരായ സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടത്തിൽ, നരകത്തിന്റെ വിറകായി തീരുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരുടെ കൂടെ പർദ്ദയിട്ട ഉമ്മ. എന്ത് നന്മ കൽപ്പിക്കലാണിത്? എന്ത് തിന്മ വിലക്കലാണിത്? സാധിക്കുന്നവർ കൈകൊണ്ട് തടയട്ടെ, അല്ലാത്തവർ നാവ് കൊണ്ട് തടയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇല്ലം യസ്തതി, അതിനും സാധിച്ചില്ലെങ്കിൽ ഫബിഖൽബി, അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അവനതിനെ തടയട്ടെ. എങ്ങനെയാണ് ഹൃദയം കൊണ്ട് തടയുക? തിന്മകൾ നടക്കുന്നിടത്ത് എനിക്കതിനിഷ്ടൊന്നുമില്ല, ഗാനമേളയും സ്ത്രീ പുരുഷ സങ്കലനവും DJ പാർട്ടിയും അരങ്ങു തീർക്കുന്ന കല്യാണ പറയിൽ പോയിട്ട് മിഷ്ടാന്ന ഭോജനം നടത്തിയിട്ട് ഏമ്പക്കം വിട്ടിട്ട് അമ്മക്കത് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല എന്ന് പറയുന്നിടത്തല്ല ഹൃദയത്തിന്റെ വെറുപ്പ്. ഹറാമുകൾ നടക്കുന്നിടത്ത് സന്നിഹിതരാകാതിരിക്കുക, മാന്യമായി അവരെ ക്ഷണം സ്നേഹപൂർവ്വം നിരസിക്കുക. അങ്ങനെയുള്ളിടത്തേക്ക് ഞാൻ വരൂല, നിങ്ങൾ പ്രയാസമൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു പോരാൻ കാണിക്കുന്ന ഇസ്ലാമിന്റെ ഈമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതാണ് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടി, അതിന്റെ താഴേക്കില്ലാതെ. ഹറാമുകൾ നടക്കുന്നിടത്ത് സന്നിഹിതരാകാതിരിക്കുക, ഹൃദയം കൊണ്ട് വെറുപ്പുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കുക എന്നുള്ളതാണ്. മാന്യമായി അവരോട് കാര്യം പറഞ്ഞ് ക്ഷണം നിരസിക്കുക. അതിനേക്കാൾ വലിയ കുടുംബ ബന്ധം തകരലും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവില്ലെങ്കിൽ അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖയാണ്. ഈ താഴ്ന്ന ശാഖ പോലും
പാലിക്കാൻ സാധിക്കാത്ത നാം എങ്ങനെയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഉത്തമ സമൂഹത്തിന്റെ അനുധാവനം ചെയ്യുന്നവരുടെ മാതൃകകൾ പിന്മുറക്കാരായി അവലംബിക്കുന്നവരായി മാറുക? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. മഹാനായ ഇബ്നു അത്തിയ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ അവർ ഖുർആനിന്റെയും ഹദീസുകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ഓരോരുത്തരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ നടപ്പിലാക്കുക, അതിന് സാധിക്കുന്നവർ അത് നടപ്പിലാക്കുക എന്നത് ഫർദ് ഐനാണ്, ഓരോ വ്യക്തിക്കും ഫർദായ കാര്യമാണ് എന്ന വിഷയത്തിൽ നമുക്ക് സാധിക്കുന്ന നന്മ നമ്മൾ കൽപ്പിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന തിന്മ നമ്മൾ വിലക്കുക ഓരോ മുസ്ലിമും അവനുമേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഞാനൊന്നുകൂടി ആവർത്തിക്കട്ടെ സഹോദരങ്ങളെ, നാം ചെലവിന് കൊടുക്കുന്ന, നമ്മുടെ കീഴിൽ കഴിയുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ വിഷയത്തെങ്കിലും ഇസ്ലാമിന്റെ നന്മകളും തിന്മകളും വ്യവച്ഛേദിക്കാൻ, നന്മ കൽപ്പിക്കാൻ, തിന്മ വിലക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഇത് സാധിക്കാത്ത ഏത് മുസ്ലിമാണ്? അവിടെ പോലും നമുക്ക് ആ ഒരു ശ്രദ്ധ പോലുമില്ലെങ്കിൽ, ശ്രദ്ധയുടെ ലാഞ്ചന പോലുമില്ലെങ്കിൽ, വീടുകളിൽ ഹറാമുകൾ നടക്കാവുമ്പോൾ, പരസ്യമായി സിനിമയും സംഗീതവും ആസ്വദിക്കുമ്പോൾ, നിസ്കരിക്കാതെ കുട്ടികൾ, പ്രായപൂർത്തിയായ മക്കൾ കിടന്നുറങ്ങുമ്പോൾ, ഇസ്ലാമിന്റെ വസ്ത്രധാരണ മര്യാദ പാലിക്കാതെ പെൺകുട്ടികൾ സൗന്ദര്യം അന്യരുടെ മുമ്പിൽ അവരെ കാമക്കണ്ണുകൾക്ക് രസമായി അഴിഞ്ഞാടുമ്പോൾ, വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞു, കുടുംബ സദസ്സുകളിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞു, ജോലിക്കെന്ന് പറഞ്ഞു, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ മനസ്സിനൊരു സങ്കോചം പോലും തോന്നാത്ത നമ്മുടെ ഹൃദയത്തിൽ നന്മ കൽപ്പിക്കുന്നതിന്റെയും തിന്മ വിലക്കുന്നതിന്റെയും അടിസ്ഥാനം എങ്ങനെയാണ് മുളവൊട്ടുക? സഹോദരങ്ങൾ, ഇത് ഓരോ മുസ്ലിമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയുന്ന വിധത്തിൽ നടപ്പിലാക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ ബാധ്യതയാണ്. ഇതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പില്ല. അവർ ഇസ്ലാമിൽ ബാക്കിയാകുകയില്ല, അവർക്ക് ഇസ്ലാമിൽ അന്തസ്സുണ്ടാകുകയില്ല, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള വിജയവും സഹായവും അധികാരവും ഭരണവും ലഭിക്കുകയില്ല, അതിന് നിലനിൽപ്പുണ്ടാകുകയില്ല. അവർ നിന്ദരായി പതിതരായി ജാഹിലിയത്തിലെ ഡാർക്ക് ഏജിലെ സാക്ഷാൽ അറബികളുടെ അജ്ഞാനകാലത്തിലേക്ക് സഞ്ചരിക്കുന്നവരാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകുന്ന ഉത്തമ സമൂഹമായി അവർക്ക് വികാസവും വളർച്ചയും ഉണ്ടാകുകയില്ല. ഭൗതിക പുരോഗതി എത്ര നേടിയാലും, വിദ്യാഭ്യാസത്തിൽ എത്ര ഉന്നതിയിൽ അവർ സഞ്ചരിച്ചാലും, നമ്മുടെ മക്കൾ വർഷാവർഷങ്ങളിൽ ഫുൾ എ പ്ലസുകൾ വാരിക്കൂട്ടിയാലും ഇല്ല, ഇസ്ലാമിലേക്ക് അവരെ മടക്കിയാലല്ലാതെ, ഇസ്ലാമിലായി അവളെ വളർത്തിയാലല്ലാതെ മുസ്ലിം ഉമ്മത്തെ നമുക്ക് അന്തസ്സുണ്ടാകുകയില്ല, നമുക്ക് അഭിമാനമുണ്ടാകുകയില്ല, നമുക്ക് ഇസ്സത്തുണ്ടാകുകയില്ല. അതിന്റെ ഏറ്റവും അടിത്തറയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്നത്. സഹോദരങ്ങളെ, അനേകം തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, മുൻകാല സമൂഹങ്ങൾ അവരെ ചരിത്രം പറയവേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കാൻ കാരണമായി പറയുന്ന പ്രധാനപ്പെട്ട കാരണം നോക്കൂ നിങ്ങൾ, ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയവേ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞു, ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിൽപ്പെട്ട അനേകം അമ്പിയാക്കളുടെ അയക്കലുണ്ടായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൗത്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ബനൂ ഇസ്രായേൽ സമൂഹം, അവരിലെ നിഷേധികൾ, അവർ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മർയം, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നാവിലൂടെ ശപിക്കപ്പെട്ടവരായി, അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയരായി. അള്ളാഹു പറയും, എന്താണ് കാരണം? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അവർ അതിർലംഘിച്ചതാണ് കാരണം. ഒന്നാമതായി അള്ളാഹു പറഞ്ഞു. രണ്ടാമതായി അള്ളാഹു പറഞ്ഞു, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു,
അവർക്കിടയിൽ അവർ ചെയ്തിരുന്ന തോന്നിവാസങ്ങളെ, തിന്മകളെ അവർ വിലക്കാറില്ലായിരുന്നു, അവർ തടയാറില്ലായിരുന്നു. രണ്ടാമതായി അല്ലാഹു പറഞ്ഞു, ലബിഅസ മാ കാനൂ യഫ്അലൂൻ, എത്ര മോശമായിരുന്നു അവരുടെ പ്രവൃത്തികൾ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഞാൻ ചുരുക്കുകയാണ്, ബനൂ ഇസ്രായേലർ അവർ നശിപ്പിക്കപ്പെടാൻ, അവർ വിസ്മൃതിയിലാകാൻ, അള്ളാഹുവിന്റെ ശിക്ഷക്കിരയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരിൽ ഒന്നാമത്തെ അപജയം. റസൂലുള്ളാഹി പറഞ്ഞു, ഖാന റജുലു യൽഖ റജുൽ ഫയഖൂൽ, തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ അവരിൽ ഒരാൾ കാണും, എന്നിട്ട് പറയും, എന്താണിത്? ഇത്തഖില്ലാഹ വദഅ മാ തസ്ന, നീ ചെയ്യുന്ന ഈ തോന്നിവാസം അവസാനിപ്പിക്കുക, അള്ളാഹനെ നീ സൂക്ഷിക്കുക എന്ന് ആദ്യ ദിവസം ആ തോന്നിവാസിയോട് കൂട്ടത്തിൽ നന്മയുള്ള ആൾ പറയും. സുമ്മ യൽഖാഹു മിനൽ ഗദ്, രണ്ടാമത്തെ ദിവസവും ആ ചെയ്ത വ്യക്തി അങ്ങനെ തന്നെ ഇയാൾ കാണും. അങ്ങനെ രണ്ടാമത്തെ ദിവസം അയാളെ തടയാതെ ഒന്നാമത്തെ ദിവസം അതിൽ നിന്ന് അയാളെ വിലക്കിയ ഈ മനുഷ്യൻ അയാളോടൊപ്പം അയകൂന അഖീലഹു വശരീബഹു വഖഈദഹു, അയാളോടൊപ്പം തിന്നുകയും കുടിക്കുകയും ഇരിക്കുകയും സഹവസിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. ഫലമ്മ ഫഅലു ദാലിക്, നന്മയുള്ള ആളുകൾ തിന്മയുള്ള ആളുകളെ വിലക്കാതെ അവരോടൊപ്പം കളിച്ചും രസിച്ചും തിന്നും കുടിച്ചും ജീവിച്ചപ്പോ ബനൂ ഇസ്രായേലിൽ അല്ലാഹു എല്ലാവരുടെയും ഹൃദയങ്ങളെ സമാനമാക്കി തിന്മയുള്ള ഹൃദയങ്ങളാക്കി മാറ്റി. അങ്ങനെ അല്ലാഹുവരെ മുച്ചൂട് നശിപ്പിച്ചു എന്നാണ്. നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നടക്കൂ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുരംഗത്തെ വ്യാപനവും അവരെ കളിയും തമാശയും ചിരിയും വിനോദങ്ങളും നിങ്ങൾ നോക്കൂ. നന്മയുള്ളവരെയും തിന്മയുള്ളവരെയും വ്യവച്ഛേദിച്ചറിയാൻ പറ്റാത്ത വിധം തിന്മകളിൽ അവർ ഒരുമിക്കുകയാണ്. ഇത് ഒരു ലോകകപ്പിന് കൂടി വെളിയാളം ഉണ്ടാക്കിയിരിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് എന്താണ് ആവശ്യം? ഫ്ലക്സ് കെട്ടാനും പൊക്കാനും അതിനുവേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കാനും ജീവിതം അതിനുവേണ്ടി തുലച്ചു കളയാനും ഒരു കപ്പിന് വേണ്ടി നടക്കുന്ന മാമാങ്കം പോലും, കാൽപന്ത് കളി, അതിന്റെ പിന്നാലെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒടിഞ്ഞു വെക്കാൻ മുസ്ലിം ഉമ്മത്തിനൊരു മടിയില്ല. മുസ്ലിമിന്റെ സ്വത്വബോധം എവിടെ പോയി? മുസ്ലിം യുവാക്കളെ, നിങ്ങളുടെ ജീവിതം ഇതിനുവേണ്ടി നൽകപ്പെട്ടതല്ല. പരലോകം ഉറപ്പാണ്, നരകം ഉറപ്പാണ്, സ്വർഗം സത്യമാണ്, നിങ്ങൾ ജീവിക്കുന്നത് പോലെ മരിക്കുമെന്നതും സത്യമാണ്. ഇന്ന് മരിച്ചാൽ നീ ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകൾ, നീ ഫാനായി തൂങ്ങിയാടിയ നിന്റെ കളിക്കാരന്റെ മാമാങ്കങ്ങൾ, അവന്റെ വിജയപേരുകൾ, അതിനെക്കുറിച്ച് നിന്നോടൊന്നും ചോദിക്കുകയില്ല. നിന്റെ ദീൻ, നിന്റെ റബ്ബ്, നിന്റെ റസൂൽ, നിന്റെ പ്രവർത്തനം, പരലോകത്തിന് വേണ്ടിയുള്ള നിന്റെ സുഹൃത്തങ്ങൾ, അതിനെപ്പറ്റിയാണ് നിന്നോട് ചോദ്യം. അതിന് നീ ഉത്തരം കണ്ടെത്തുക. നാം ഓരോരുത്തരും അതിനുവേണ്ടി പണിയെടുക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, സുഹൃത്തവാന്മാരായി ജീവിച്ചു മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.